കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ മാഠായിപ്പാറയിൽ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചു. GIO എന്ന് പറയുന്നത് ഒരു പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ്. എന്നാൽ അവിടെ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ, ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയതിന്റെ പേരിൽ, പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചതിന്റെ പേരിൽ മതസ്പർദ്ധ ചുമത്തി അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആ പ്രദേശത്തെ കുറിച്ചറിയുന്നവർക്കറിയാം, അവിടെ വ്യത്യസ്തമായ പരിപാടികൾ പലരും നടത്താറുണ്ട്. ഏത് പിണറായി വിജയൻ, ഏത് CPM ഫലസ്തീൻ ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ കഫിയ പുതച്ച അതേ പിണറായി വിജയന്റെ പോലീസാണ് മാടായിപ്പാറയിൽ ചെറിയ ഒരു പരിപാടി നടത്തിയതിന്റെ പേരിൽ GIO പ്രവർത്തകരെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ പെൺകുട്ടികൾ ബസ്സിന് കല്ലെറിഞ്ഞില്ല, ആ പെൺകുട്ടികൾ ഏതെങ്കിലും ആരാധനാലയത്തിലേക്ക് അതിക്രമിച്ചു കയറിയില്ല, ആ പെൺകുട്ടികൾ പൊതുജീവിതത്തിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല. ആ പെൺകുട്ടികൾ പൊരുതി വീഴുന്ന, മരിച്ചു വീഴുന്ന ഗസയിലെ പിൻചോമനകൾക്ക് വേണ്ടി സംസാരിച്ചു. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ മതസ്പർദ്ധ ചുമത്തി അവർക്കെതിരെ കേസെടുത്തു. എന്നാൽ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത്, പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ കേസിന്റെ പിന്നിൽ ഇത് എഴുതിയതിന് FIR തയ്യാറാക്കിയ പോലീസുകാരന് തലക്ക് വെളിവില്ല എന്നാണ്. പക്ഷേ അങ്ങനെ KK രാഗേഷ് പത്രക്കാരോടല്ല അത് പറയേണ്ടത്, പൊതുജനങ്ങളോടല്ല പറയേണ്ടത്. നിങ്ങളുടെ കൺകണ്ട ദൈവമായ പിണറായി വിജയനോട് പറയണം, രാജാവിനോട് പറയണം, രാജാവേ അങ്ങ് നഗ്നനാണെന്ന് പറയണം. അതിനുവേണ്ടിയാണ് CPM തയ്യാറാക്കുന്നത്.